ഹലോ, ഞാൻ സുരേഷ് തിരുനാവായ. ഇന്ന് നമ്മൾ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലാണുള്ളത്. ഇവിടെയുള്ള ചുവരുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ വീഡിയോകൾ നമുക്കൊന്ന് കാണാം. കാലം കാത്തുവെച്ച ക്യാൻവാസിൽ വർണ്ണങ്ങൾ മിഴി തുറന്നിരിക്കുന്നു. ഇതാണ് നവാമുകുന്ദൻ്റെ തിരുകവാടം. ഇനി ഇവിടം വർണ്ണങ്ങളുടെ ഉത്സവഭൂമി. ക്ഷേത്രഗോപുരത്തിൻ്റെ കന്നിമൂലയിൽ നിന്നാണ് ആ കഥ തുടങ്ങുന്നത്. വിഘ്നങ്ങൾ അകറ്റുന്ന വിഘ്നേശ്വരൻ ചുമരിൽ ആദ്യമായി അനുഗ്രഹം ചൊരിയുന്നു. അവിടുന്ന് അങ്ങണ്ട് ചുമരാകെ ഒരു ബാലൻ്റെ ലീലകളാണ്. നീല നിറമുള്ള ആ കള്ളക്കണ്ണൻ്റെ കളികൾ നോക്കൂ. കാളന്തിയുടെ ഓളങ്ങളിൽ കാളിയൻ്റെ 1000 ഫണങ്ങളിൽ നൃത്തമാടുന്ന ബാലൻ. കാളിയമർദ്ദനം, അഹങ്കാരത്തിൻ്റെ തലയിൽ കാലൂന്നി ചവിട്ടി നിൽക്കുന്ന ദൈവീക ചിരി. അതിനുമപ്പുറം കുവലയാപീഠമെന്ന കൊലയാനയെ ഒരു കുഞ്ഞി കൈകൊണ്ട് മെരുക്കുന്ന കാഴ്ച. വീണ്ടും മാറിയാൽ ഉരലിൽ കെട്ടിയിട്ടപ്പോഴും വെണ്ണക്കെട്ട് തിന്ന് കവളും ചുണ്ടും വെണ്മയാക്കി നിൽക്കുന്ന വിരുദൻ, നമ്മുടെ വെണ്ണ തിന്നുന്ന കണ്ണൻ, താമരക്കണ്ണൻ. യമുനയുടെ തീരത്തെ ഗോപികമാരുടെ വസ്ത്രങ്ങളുമായി മരക്കൊമ്പത്തിരിക്കുന്ന കുറുമ്പൻ. തൊട്ടപ്പുറത്തായി ഇവിടെ ലജ്ജയും ഭക്തിയും പ്രണയവും ഒന്നായി ലയിക്കുന്ന ഒരു ചിത്രവും വരച്ചിട്ടുണ്ട്. ഗോപുരം കടന്ന് ഇടനാഴിയിലേക്ക് വരൂ. അവിടെ മൂലബിംബമായ നവാമുകുന്ദനെ കാണാം. തൻ്റെ ദശാവതാരങ്ങളെ നോക്കി നിൽക്കുന്നു. മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും വാമനനായും പരശുരാമനായും രാമനായും ബലരാമനായും കൃഷ്ണനായും കൽക്കിയായും കാലത്തിൻ്റെ 10 ഭാവങ്ങൾ ചുമരിൽ നിറയുന്നു. ഇതിൻ്റെ എതിർ ചുമരിൽ നോക്കിയാൽ കംസന്റെ സിംഹാസനം തകർക്കുന്ന ആ രോഷം കാണാം. കംസവധം. അതിനടുത്ത് തന്നെ പാർവതിയുടെ മാനം കാക്കാൻ കിരാതവേഷത്തിൽ വന്ന പരമശിവൻ. വേട്ടയ്ക്കിറങ്ങിയ വേട്ടക്കാരൻ്റെ കഥകളും ഇതേ ചുവരിൽ തുടിക്കുന്നു. മൃത്യുവിനെ പോലും തോൽപ്പിച്ച ഭക്തി, മാർക്കണ്ഡേയ ചരിത്രം, അതും ഇവിടെ വർണ്ണം ചാർത്തി നിൽക്കുന്നു. ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച ആ ബാലൻ്റെ കണ്ണീരും കാലനെ ചവിട്ടിത്തെറിപ്പിച്ച കാലകാലൻ്റെ രൗദ്രതയും. അതിനപ്പുറത്തായി വിശപ്പടക്കുന്ന ഒരു അമ്മയുടെ ചിത്രം. അന്നപൂർണേശ്വരി അന്നം വിളമ്പി നിൽക്കുന്നു. വൃന്ദാവനത്തിൻ്റെ ഓടക്കുഴലൂതി ഗോക്കളെ മയക്കുന്ന വേണുഗോപാലൻ. ദേവാസുരന്മാരെ മയക്കിയ മോഹത്തിൻ്റെ തന്നെ രൂപം മോഹിനി. ഉപദേവതകളായി ശബരിമല അയ്യപ്പനും ഐശ്വര്യദേവത മഹാലക്ഷ്മിയും ഇടം പിടിച്ചിരിക്കുന്നു. ഇതെല്ലാം വെറും വരകൾ മാത്രമല്ല. ബസന്ത് പെരിങ്ങോടിൻ്റെയും ഇന്ദു മേനൻ്റെയും നേതൃത്വത്തിൽ 9 കലാകാരന്മാരുടെ തപസ്സാണ്. കേരളീയ ചുമർ ചിത്രകലയുടെ പാരമ്പര്യത്തെ അക്രലിക് പെയിന്റിന്റെ പുതുഭാഷയിൽ പറഞ്ഞുവെച്ച കാവ്യം. ഗുരുനാഥൻ അപ്പുക്കുട്ടൻ കോട്ടപ്പടി എന്ന വലിയ ചുമർ ചിത്രകാരന്റെ ഓർമ്മയ്ക്കാണ് ഈ ചിത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇത് വെറും ചുമരല്ല, ഭക്തിവർണ്ണങ്ങളായി ഉറഞ്ഞുപോയ ഇടം. കഥകൾ മിഴി തുറന്ന് നമ്മളെ നോക്കുന്ന ഇടം. നവാമുകുന്ദ ക്ഷേത്ര കവാടം. ഇവിടെ ഓരോ വർണ്ണത്തിനും ഒരു പ്രാർത്ഥനയുടെ ചൂടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.